ഇങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ ഗ്രോത്ത് മൈൻഡ് തകർക്കും. ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വേണ്ട ഒരു സംഗതി തന്നെയാണ് ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ ഈ രണ്ട് കാര്യത്തിലെപ്പോഴും ഗ്രോത്ത് അത്യാവശ്യമാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാക്കാം. അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ തടയുന്നത് എനിമീസ് അല്ല, നമ്മുടെ സ്വന്തം ഫ്രണ്ട്സാണ്. ശത്രു എപ്പോഴും പുറത്തല്ല, അകത്താണ് എന്ന് പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിനകത്തോ അല്ലെങ്കിൽ നമ്മളുടെ കംഫർട്ട് സോണിനകത്ത് തന്നെയാണ് ശത്രുക്കളുള്ളത്. ഒരിക്കലും എനിമീസ് അല്ല നമ്മൾ തടയുന്നത്, നമ്മുടെ ഫ്രണ്ട്സാണ് തടയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിക്കോളൂ. ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഗ്രോത്ത് വാങ്ങിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, പറയുകയാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സും മോശമല്ല. ചിലപ്പോൾ ചിലവർ നമ്മളെ ഗ്രോത്ത് മനസ്സിൽ തകർക്കും. അങ്ങനെ തകർക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, തകർക്കാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലായ്പ്പോഴും നെഗറ്റീവ് പറയുന്ന ഫ്രണ്ട് നിനക്കുണ്ടാവും. അവനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കും, അത്രയും നല്ലതാണ്. കാരണം ചില നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ നിനക്കത് പറ്റില്ല, നിനക്കതിൽ ഫ്യൂച്ചറില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ കുറക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ഒരാളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സമയം കളയിക്കുന്ന ഫ്രണ്ട്സ്. അതായത് നമ്മൾ സമയത്തിന് വാല്യൂ അവർ കൊടുക്കില്ല. എങ്ങനെയല്ല നമ്മൾ സമയം വെറുതെ കളയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും അല്ലാത്ത ഫ്രണ്ടല്ല, ഒഴിവാക്കാം. ഓക്കെ, കാരണം സമയം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഡിസ്ട്രാക്ഷൻ നൽകിയിട്ട് സമയം ഇങ്ങനെ കൈക്കലാക്കുന്ന ഒരു ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും അവനെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യുന്ന ഫ്രണ്ട്. ഇപ്പോൾ നിന്നേക്കാൾ ബെറ്റർ അവനാണ്, അവനേക്കാൾ താഴെയാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പയർ നമ്മുടെ കോൺഫിഡൻസ് കുറക്കുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ ഒഴിവാക്കാം. അവനെക്കൊണ്ടും നമുക്ക് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. നമ്മുടെ ഗ്രോത്ത് മനസ്സിട്ട് അവൻ കുറയ്ക്കും, ഇല്ലാതാക്കുകയും ചെയ്യും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഡ്രീമിനെ കളിയാക്കുന്ന ഫ്രണ്ട്സ്. നമ്മൾ എത്ര സ്വപ്നം വലുതാണെന്ന് പറഞ്ഞാലും എത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാലും അവൻ ഇമ്പോർട്ടൻ്റ് കാണാതെ അതിനൊക്കെ തിരിച്ച് തള്ളിയിട്ട് നമ്മളുടെ മോട്ടിവേഷൻ കുറയ്ക്കുന്ന, നമ്മുടെ ഫയർ അണയ്ക്കുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 തരത്തിലുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയാൽ അത്ര നല്ല രീതിയിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നോട്ട് വലിക്കുന്നതല്ല, മുന്നോട്ട് തള്ളി വിടുന്നവരാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സർക്കിൾ തന്നെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മാറാൻ പറ്റും, നമ്മുടെ ലൈഫ് തന്നെ മാറും. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് വേണമെങ്കിൽ നല്ല ഫ്രണ്ട്സ് സെലക്ട് ചെയ്യുക. നമ്മളൊരിക്കലും നമ്മളുടെ വൈബ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പാടില്ല. നമ്മളുടെ ക്യാരക്ടറും നമുക്ക് വേണ്ട തരത്തിലുള്ള ഫ്രണ്ട്സിനെ മാത്രം ചൂസ് ചെയ്യാം. ഓക്കെ, പറയുകയാണെങ്കിൽ റോങ് ഫ്രണ്ട്സ് ലീഡ് ടു റോങ് ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഓക്കെ, തെറ്റായിട്ടുള്ള ഫ്രണ്ട്സ് എപ്പോഴും തെറ്റായിട്ടുള്ള ഭാവിയിലേക്ക് നയിച്ചുവിടും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചെറിയൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ആയി രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫ്രണ്ട്സുകളെ ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ല എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അവരെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അവരുടെ സ്വഭാവം നിന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്.